നമസ്കാരം. എൻ്റെ പേര് നസീർ ഹുസൈൻ കിഴക്കേടത്ത്. ഞാൻ കൊച്ചിക്കാരനാണ്. ഇപ്പോൾ ന്യൂയോർക്കിലാണ് കഴിഞ്ഞ 25 വർഷമായിട്ട് ജോലി ചെയ്യുന്നത്. ഞാൻ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. പഠിച്ചത് പബ്ലിക് സ്കൂളുകളിലാണ്. യഥാർത്ഥത്തിൽ എൻ്റെ ബാപ്പ ഒരു കൂലിപ്പണിക്കാരനായിരുന്നതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെയാണ് ഞാൻ പഠിച്ചത്. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ കുമാരപ്പിള്ള കമ്മീഷൻ റിപ്പോർട്ട് എന്ന സ്കോളർഷിപ്പ് ഇങ്ങോട്ട് ലഭിച്ച് പഠിച്ച ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ ഇന്നത്തെ സ്ഥിതിഗതികൾ കാണുമ്പോൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കേണ്ടത് എൻ്റെ ഒരു കടമയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മൾ അമേരിക്കയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിനെ സഹായിക്കാൻ ഏതൊക്കെ വിധത്തിലാണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നൊരു ക്വസ്റ്റ്യൻ പല ഭാഗങ്ങളിലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധികൾ കൊടുക്കണമോ അതോ വ്യക്തികൾക്കും സന്നദ്ധ സംഘടനകൾക്കും കൊടുക്കണമോ എന്നുള്ളൊരു ഒരു ചോദ്യം പലയിടത്തുനിന്നായിട്ട് ഉയർന്നു വരുന്നുണ്ട്. കേരളത്തിന് ഇതുപോലുള്ള ദുരിത കാലഘട്ടങ്ങളിൽ പൈസ കൊടുക്കരുത് എന്ന് തീരുമാനിക്കുന്ന കുറെ ആളുകളുടെ മാറ്റാൻ വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത്. മറിച്ച് ഇങ്ങനെയുള്ള ചില കുപ്രചരണങ്ങളിൽ വീണുപോകുന്ന ആളുകളെ കുറച്ച് വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഞാൻ കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ്. അതിന്റെ കാരണങ്ങൾ ഞാൻ വ്യക്തമാക്കാം. പൊതുവെ നമ്മളൊരു ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുമ്പോൾ നമുക്കറിയേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, അത് ലോ ഓവർഹെഡ്, അതിന്റെ 100 രൂപ നമ്മൾ കൊടുത്താൽ അതിൽ എത്ര രൂപ ആളുകൾ എത്തിച്ചേരുന്നുണ്ട് എന്ന് നോക്കണം. നമ്മളിപ്പോൾ റെഡ് ക്രോസിനാണ് കൊടുക്കുന്നതെങ്കിൽ ഏതാണ്ട് 100 രൂപയാണ് ആളുകൾക്ക് എത്തിച്ചേരുന്നത്. 10% അവരുടെ അഡ്മിനിസ്ട്രേഷൻ ഫീ ആണ്. സാൽവേഷൻ ആർമിയിലാണ് കൊടുക്കണമെങ്കിൽ ഏതാണ്ട് 20% അവരുടെ ഓവർഹെഡ് ഫീ ആണ്. 180 രൂപയാണ് ആളുകൾക്ക് എത്തിച്ചേരുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഗവൺമെന്റ് നടത്തുന്നതുകൊണ്ട് 0 ഓവർഹെഡ് ഉള്ള ഒരു ഫണ്ടാണ്. അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഫീ ഒന്നും വരുന്നില്ല. രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന പൈസ ആവശ്യക്കാർക്ക് എത്തിച്ചേരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഈ ആവശ്യത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ കണക്കുകൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ കാണിക്കാം. പ്രകാരം 198 രൂപ വരെ ഇപ്പോൾ ആളുകളിൽ ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ കണക്കുകൾ ഞാനിപ്പോൾ കാണിക്കാം. അപ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അതിലേക്ക് തന്നെയാണ് കൃത്യമായിട്ട് എത്തിക്കുന്നത്. മൂന്നാമത് ട്രാൻസ്പെറൻസി. നമ്മളിപ്പോൾ സന്നദ്ധ സംഘടനകൾ വഴിയോ വ്യക്തികൾ വഴിയോ കൊടുക്കുമ്പോൾ നാം കൊടുക്കുന്ന പൈസ ശരിയായ രീതിയിൽ എത്തിച്ചേരുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അതേസമയം CMDRF മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG ഓഡിറ്റ് ചെയ്യുന്ന അത് CAG എന്ന് പറയുന്നത് സർക്കാരായിട്ട് ബന്ധമില്ലാത്ത സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ്. അവർ ഓഡിറ്റ് ചെയ്യുന്ന ഒന്നാണ്. 2, അതിന്റെ വെബ്സൈറ്റിൽ തന്നെ ട്രാൻസ്പെറന്റ് ആയിട്ട് എത്ര രൂപ കിട്ടി, എത്ര രൂപ ചെലവാക്കിയെന്ന് കാണിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് ഇത്തരം വലിയ ബൃഹത്തായ പദ്ധതികൾ, പ്രൊജക്ടുകൾ, പാലങ്ങൾ, റോഡുകൾ, ആയിരക്കണക്കിന് ആളുകൾക്കുള്ള സഹായമെല്ലാം വ്യക്തിഗതമായി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഗവൺമെന്റ് ആയിരിക്കും അതിന് ചെയ്യാനായിട്ട് കൂടുതൽ ഉത്തമം. കൂടുതൽ പറയുന്നതിന് മുൻപ് ഞാൻ അതിന്റെ കണക്കുകൾ കാണിക്കാം. ഇതാണ് CMDRFന്റെ വെബ്സൈറ്റ്. അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാ ദിവസവും എത്ര രൂപയാണോ വന്ന് ചേരുന്നതെന്ന് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് കാണാം ഏതൊക്കെ ബാങ്കിൽ നിന്ന് എത്ര രൂപയാണ് ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുള്ളത്. അതിന്റെ മൊത്തം തുക ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര പേര് ഡൊണേറ്റ് ചെയ്തു, എത്ര രൂപ കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ കാണാൻ പറ്റും. ഇതിന്റെ മുകളിലായിട്ട് ഡീറ്റെയിൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ COVID-19 ആളുകളിൽ നിന്നും എത്ര രൂപയാണ് പിരിച്ചത്, അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ആ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കാണുന്നുണ്ട്. കോൺട്രിബ്യൂഷൻസ് റിസീവ്ഡ് ഫ്രം ജനറൽ പബ്ലിക്, എത്ര രൂപയാണ് കിട്ടിയത്, അതിന്റെ എക്സ്പെൻഡിച്ചർ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. COVID-19 നമ്മൾ കിട്ടിയ തുക ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1129 കോടി രൂപ. ചിലവാക്കിയ തുകയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഭക്ഷണം കിറ്റ് വിതരണം ചെയ്യാനായിട്ട് 450 കോടി രൂപ. നോർക്ക പ്രവാസികൾക്കുള്ള സഹായം, ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് തന്നെ കാണാവുന്ന അതാണ് എത്ര ചെലവാക്കിയിട്ടുണ്ടെന്നല്ല. ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഇത് മുഖ്യമന്ത്രിക്കൊന്നും സ്വന്തമായിട്ട്, മന്ത്രിസഭയ്ക്ക് സ്വന്തമായിട്ട് ചെലവാക്കാൻ കഴിയുന്ന ഒന്നല്ല. മറിച്ച് ഇതിൻ്റെതായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ട്. അത് CAG ഓഡിറ്റ് ചെയ്യുന്ന ഒന്നും കൂടിയാണ്. രണ്ടാമത് നമ്മൾ വെള്ളപ്പൊക്ക സമയത്ത് കൊടുത്ത പൈസ എത്ര രൂപ വന്നു എന്നുള്ള ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ വന്ന തുകയും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എത്ര രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അത് ചെലവാക്കിയിരിക്കുന്നത് എന്ന് ഇവിടെ കാണാൻ പറ്റും. എമർജൻസി ഫൈനാൻഷ്യൽ, വെള്ളപ്പൊക്കത്തിന്റെ അടിയന്തര സഹായം നൽകിയ പൈസ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കിയത് 2367 കോടി രൂപ. ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ ഫാമിലീസ് ഹു ഹാസ് ലോസ്റ്റ് ദെയർ ലാൻഡ് ആൻഡ് ഹോം, വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വളരെ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യുന്ന ഒരു
സംഭവമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. അതുകൊണ്ട് എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.